നിലവിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ജില്ലാ കളക്ടർ കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു. അതായത് അപകടത്തിൽപ്പെട്ട ബുൾഡോസർ ഉയർത്തുക എന്നത് അസാധ്യമാണ്. വലിച്ച് താഴേക്ക് മാറ്റുക എന്നുള്ളത് മാത്രമാണ് നിലവിലുള്ള ഏക പോംവഴി. ചുരുക്കത്തിൽ മനുഷ്യസാധ്യമല്ല ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് വ്യക്തമായിരിക്കുകയാണ്. അതായത് ആളുകൾ നേരിട്ട് ഇറങ്ങി മൂടിക്കിടക്കുന്ന പാറയുടെ കഷ്ണങ്ങൾ നീക്കം ചെയ്ത് അതിൽ നിന്നും ശരീരഭാഗം അല്ലെങ്കിൽ ശരീരം പുറത്ത് എത്തിക്കുക, ആശുപത്രിയിലേക്ക് നീക്കുക എന്നുള്ളത് സാധ്യമല്ല എന്ന് വ്യക്തമായിരിക്കുകയാണ്. ചുരുക്കത്തിൽ ബന്ധിപ്പിക്കാനുള്ള കയർ എത്തിച്ച് അത് അപകടത്തിൽപ്പെട്ട ബുൾഡോസറിൽ ബന്ധിപ്പിക്കാനുള്ള സൗകര്യം നിലവിൽ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം വലിയ ക്രെയിൻ, അതായത് 30 ടൺ ശേഷിയുള്ള ക്രെയിൻ എത്തിച്ച് ബന്ധിപ്പിക്കുന്ന കയർ താഴെ എത്തിക്കുന്ന ക്രെയിനുമായി ബന്ധിച്ച് വലിച്ച് താഴേക്കിടുക എന്നത് മാത്രമാണ് സാധ്യമായിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് അപകടം ഏത് സമയത്ത് സംഭവിക്കാം. അതായത് അടർന്ന് ഇരിക്കുന്ന പാറയുടെ കഷ്ണങ്ങൾ താഴേക്ക് പതിച്ചാൽ ദൗത്യ സംഘങ്ങൾക്ക് ജീവഹാനി അടക്കം നേരിടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉണ്ടായ അപകടത്തിൽ 2 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി അതിൽ നമ്മൾ ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപകടത്തെ തുടർന്നുണ്ടാകുന്ന രക്ഷാപ്രവർത്തനം, തിരച്ചിലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ സുരക്ഷിതരായി ഓരോ നീക്കവും നടത്തുക എന്നുള്ളതാണ് പരമപ്രാധാന്യം. അതിനാൽ തന്നെ ഉയർത്തുക എന്നത് അസാധ്യമാണ് എന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നു. ചുരുക്കത്തിൽ അപകടത്തിൽപ്പെട്ട ബുൾഡോസർ കയർ കൊണ്ട് ബന്ധിച്ച ശേഷം ക്രെയിൻ വഴി വലിച്ച് താഴേക്കിടുക എന്നത് മാത്രമാണ് സുരക്ഷിത മാർഗമായി കണക്കാക്കപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഇനി ഉണ്ടാവുക. ക്രെയിൻ എത്തിച്ച ശേഷമായിരിക്കും തുടർ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക.